അപ്പോൾ തന്നെ അച്ചു എനിക്കൊരു ടാസ്ക് തന്നു. ഈ ഇരിക്കുന്ന ഇതിൻ്റെ പേരെന്തോ വാടാമല്ലിപ്പൂ ഇങ്ങനെ ഇത് കണ്ടോ എനിക്ക് ഇങ്ങനെ ഇറുത്ത് കൊടുക്കാൻ പറഞ്ഞ ടാസ്ക് തന്നു. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒരുവിധം പൂവൊക്കെ ഇട്ട് കേട്ടോ, ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. അതൊക്കെ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ. അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതൊക്കെ, അത്തപ്പൂക്കളത്തിന് കുടയും വെച്ചേക്കുന്ന വെയിൽ കാരണം ഇടായിരുന്ന ആളെ കാണുന്നില്ലേ. കുടയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നു, ആളില്ല. പകുതി ഇട്ടിട്ട് ആള് മുങ്ങി. ഇവിടെ ഇരുന്ന് പൂവൊക്കെ ഇറുത്തോണ്ടിരിക്കുക. രാവിലെ എൻ്റെ കൂടെ അത്തപ്പൂ ഇടാൻ എണീക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് വന്നു. ഞാനും കുറേ ഇറുത്തൊക്കെ കൊടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അടുക്കളയിൽ വന്നപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതാ. സാമ്പാർ, എന്താ പരിപ്പ്, ഇത് കിച്ചടി അല്ലേ? പച്ചടി, സോറി പച്ചടി, കിച്ചടി. ഇതിപ്പോൾ എല്ലാം ആയല്ലോ. അവിയല്, സാമ്പാർ എല്ലാം പോയി. ഒരു ഇതൊക്കെ എല്ലാം കേട്ടോ. ഉപ്പും രാവിലത്തേക്ക് ഉപ്പുമാവ് ആയി. ഞങ്ങൾ ആരെയും കാണിച്ചിട്ടില്ല. കരിയിലൊക്കെ കോലം എങ്ങനെയാണോ അതുകൊണ്ട് ഞങ്ങൾ ആരെയും കാണിച്ചിട്ടില്ല. കുളിച്ചിട്ട് കഴിക്കാൻ നേരത്തെ കാണിച്ചാൽ കേട്ടോ. ഇതല്ല ഉപ്പുമാവ് എവിടെ അമ്മ അല്ലേ? വേണ്ട ഉപ്പുമാവ്. അപ്പോൾ രാവിലെ അവിടെ അത്തപ്പൂക്കളായപ്പോഴത്തേക്ക് ഇവിടെ ഫുഡൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ആ പൂവൊക്കെ എടുത്തു കൊടുത്തിട്ട് വരാം. ബൈ. ഇവിടെ മരത്തി കുടയൊക്കെ പിടിച്ച അത്തപ്പൂക്കളം ഇടുന്നത്. അത്രയ്ക്ക് വെയിലായി ഇവിടെ അല്ലേ? നല്ല വെയിലായി. തീരാറായി പൂക്കളം. സെറ്റ് ഈ പൂക്കളമാണ് വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞു പൂക്കളാണ്. നമ്മൾ ഇന്നലെ രാത്രി പോയി പൂ മേടിച്ചതാണ്. ലാസ്റ്റ് നിമിഷം ഞങ്ങൾ പോയി പൂ മേടിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്തൊരു ചെറിയൊരു പൂക്കളം. ഇഷ്ടപ്പെട്ടാ? നല്ല വെയിലായിപ്പോൾ ഇവിടെ. തീർന്നോ? ഭയങ്കര വെയിൽ കേട്ടോ, സഹിക്കാൻ വയ്യാത്ത വെയിൽ. അകത്ത് ഇറക്കും ഉള്ളത് മതി. അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് വന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. കോലം കെട്ടച്ചു വെയിലത്ത് പോയിരുന്നല്ലേ? കളന്നുപോയി. അപ്പൊ രാവിലെ ഉപ്പുമാവ് നേരത്തെ കാണിച്ചല്ലോ. ഉപ്പുമാവ് ഇതെന്താണ്? എനിക്ക് പഴന്നുറുക്കം കണ്ടാണ്. അപ്പം എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഉപ്പുമാവ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഓണത്തിന് രാവിലെ? അതെ, നിങ്ങൾ എങ്ങനെയാണ് ഈ രാവിലെ എന്തെങ്കിലും സ്പെഷ്യൽ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ? നിങ്ങൾ ഏത് ജില്ലയിലാണ്, എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്ക് ഓണ സദ്യ വിളമ്പാനായിട്ട് പോവുകയാണ്. അതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇലയെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചോറൊക്കെ കൊണ്ടുവച്ച് കറികളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇലയിലേക്ക് വിളമ്പാനായിട്ട് പോവുകയാണ്. ഇഞ്ചി ഓൾറെഡി വിളമ്പി പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത വിളമ്പി വരുവാണ്. ഇവിടെ വിളമ്പണോ ഇവിടെ വിളമ്പണോ? ചിപ്സ്, ശർക്കര വരട്ടി. സത്യത്തിൽ മറന്നുപോയി ഗൈസ്. നമ്മൾ ആദ്യമേ അതാണ് വെക്കേണ്ടത്. ഞാൻ അതങ്ങ് വിട്ടുപോയി. ആദ്യം നമുക്ക് ചിപ്സ് വെക്കാം. ചിപ്സ് ആദ്യം നമ്മൾ ചിപ്സ് അല്ല വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. നമ്മൾ ആദ്യം വെച്ചത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. നമ്മൾ പേരിന് ചിപ്സും. ഓക്കെ, ഇനി ശർക്കര വരട്ടി. എൻ്റെ ഒരു സംശയമുണ്ട്. എല്ലാവരും പറയും എന്താ കാണം വിറ്റ് ഓണം ഉണ്ടോന്ന് പറയും. എന്താണ് ഈ കാണാം? എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ തിരിഞ്ഞു പോകും? ഏതാ പച്ചടി ഏതാ കിച്ചടി എന്ന് എനിക്ക് തിരിഞ്ഞു. അയ്യോ, അതൊക്കെ പോട്ടെ. ബാക്കിൽ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആളുടെ ഡ്രസ്സൊന്ന് കാണിച്ചു തരാം. ഇനി എന്താ ഉള്ളത്? തോരനുണ്ട്. ഇത് ക്യാബേജ് തോരനല്ലേ? അതെ, എല്ലാം പറഞ്ഞല്ലോ. ഇത് ഓർഡർ നിങ്ങൾ നോക്കണ്ട. ഓർഡർ എനിക്ക് കിട്ടിയതനുസരിച്ച് വിളമ്പിയതാ. ഇങ്ങനല്ല സത്യത്തിൽ ഇതിൻ്റെ ഓർഡർ. അതുകൊണ്ട് ആരും ഒന്നും പറയരുത്. ഓർഡർ ഇങ്ങനല്ല. ഇനി അവിയൽ എടുത്തില്ലെന്ന് തോന്നുന്നു. ഇതെന്താണാവോ? അച്ചാറിട്ടില്ല. അച്ചാറ് വിളമ്പി തെറ്റിപ്പോയി. ശർക്കര വരട്ടി, ചിപ്സ്, അച്ചാറ്, ഇഞ്ചി, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, അവിയൽ. ഇങ്ങനെയാണ് വിളമ്പേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ,
എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം ഇരുന്നെടുത്ത് ഞാനത് വിളമ്പി അടുത്ത പോയി. അച്ചാറിടും. ഇത് ഇലിമ്പി അച്ചാറേ. ആദ്യം നമ്മളിട്ടത് മാങ്ങ അച്ചാർ. ഇലിമ്പിക്ക നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ മൊത്തം 3 ടൈപ്പ് അച്ചാറുണ്ട് അല്ലേ? 3 ടൈപ്പ് അച്ചാറല്ലേ ഉള്ളത്? അതെ. ഇലിമ്പിക്ക, പിന്നെ അല്ല, 2 ടൈപ്പ് അച്ചാർ. മാങ്ങ അച്ചാറും ഇലിമ്പിക്ക അച്ചാറും. പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഇഞ്ചി, പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ. ഇനി ബാക്കി സാധനം എടുത്തോട്ടെ. അടുത്തായിട്ടേ അവിയൽ വന്നു. അവിയൽ. സത്യത്തിൽ ഇതിന്റെ ഓർഡർ ഇങ്ങനല്ല. ആരും ചീത്ത വിളിക്കരുത്, ഒന്നും പറയരുത്. എനിക്കിതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ അല്ലെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പം ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഇവിടെയൊന്നും അല്ല, സ്ഥാനങ്ങളൊന്നും അല്ല, വിളമ്പേണ്ട രീതി ഇതല്ല. പിന്നെ നമ്മളല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ആരൊന്നും പറയത്തില്ലല്ലോ. അപ്പം ഞാനിത് ബാക്കിയൊന്ന് ഒതുക്കി വെച്ചിട്ട് അത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്ക് ചോറിടണം. ചോറ്, പരിപ്പ്, നെയ്, പപ്പടം, പഴം. മറന്നു പോയോ? പഴം വെച്ചില്ല. പഴം ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. ഞാൻ എടുത്തോണ്ട് ഞാൻ വെറുതെ വെക്കുന്നത്. എനിക്ക് പഴം ഇഷ്ടമല്ല. ഞാൻ പപ്പടം കൂട്ടി കഴിക്കും. എത്തില്ലേ ചോറിടാൻ വന്നേ. പക്ഷെ ചോറ് പിടിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അപ്പം ഇങ്ങനെ വെച്ചിട്ടാലോ എന്നാലോചിക്കുക. പക്ഷെ ഇടാൻ പാടായിരിക്കും. നോക്കട്ടെ. പൊള്ളുന്നു. നല്ല ചൂട്. നമ്മൾ നേരത്തെ കൊണ്ട് വെച്ചതാണ് തണുക്കാനായിട്ട്. തണുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇടുക. പരിപ്പ് വന്നു. പരിപ്പ് നമ്മുടെ ഈ പപ്പടം. ഇനി വണ്ണാനുള്ള ഫേവറേറ്റ് പപ്പടം വന്നു. പപ്പടം ഈ 2 എണ്ണം വെച്ച് വേണ്ടി വരും. കാര്യം അത് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം. പായസം കുടിക്കാൻ അല്ലാതെ എന്തുവാ കാര്യം? ഇനി നമുക്ക് വേണ്ടത് നെയ്യ് ഒഴിക്കണം. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്. നമ്മളിവിടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതല്ല, മുരളിയുടെ നെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കും. കാണാം. പരിപ്പിൻ്റെ മണ്ടയിൽ കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് നെയ്യ് ഇങ്ങനെ വയ്ക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അറിയോ എന്താന്ന് അതിൻ്റെ റീസൺ? നല്ല ടേസ്റ്റിന് വേണ്ടിയായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും പായസം കൊണ്ടുവയ്ക്കണം. അത് നമുക്ക് കൊണ്ടുവെക്കാം. പക്ഷെ നമുക്ക് എല്ലാവരും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഓക്കെ. അയ്യോ, ഒരു കാര്യം, ഞാനിപ്പം ജസ്റ്റ് അല്ലാതെ ഡ്രസ്സ് ഇട്ടേക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് ഓണക്കോടി ഇട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരം ക്യാമറയൊക്കെ മുമ്പിൽ വെച്ച ക്യാമറയുടെ മുന്നിൽ വരായിരുന്നല്ലേ നമ്മൾ കാണിച്ചെടുത്ത് ഡ്രസ്സ് കാണിച്ചെടുത്തേ. നമ്മൾ എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ കല്യാണിൻ്റെ ഫാസിയിൽ നിന്ന് എടുത്തേ. സംഭവം അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇങ്ങനെ കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഹൈ, ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. കറക്റ്റാണോന്നും അറിയത്തില്ല. ആദ്യം കഴിക്കാൻ പോകുന്നത് എന്താ വെച്ചു? ചിപ്സ്. നമ്മൾ റിലയൻസിൽ നിന്ന് മേടിച്ച ചിപ്സാ. പക്ഷെ കൊള്ളാം കേട്ടോ. കൊള്ളത്തില്ല. ഇപ്രാവശ്യം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഞാൻ നോക്കട്ടെ കറക്റ്റായിട്ട് നമുക്ക് ഞങ്ങളെ കിട്ടുന്നതെന്ന് നോക്കട്ടെ. പക്ഷെ നല്ല ചിപ്സ് ആയിരുന്നു കേട്ടോ, കൊള്ളാം. ശർക്കര വെട്ടി കൂടെ നോക്കാം. ടെസ്റ്റ്. അയ്യോ, പൊട്ടുന്നില്ല. ഞാൻ പോകട്ടോ. മറ്റേ ചുക്കിൻ്റെ ഭയങ്കര ടേസ്റ്റ് അല്ലേ മാം? കൊള്ളാം. എന്തായാലും ഈ തവണത്തത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. വലിയ കട്ടി പുറമേ മാത്രമേ ഉള്ളൂ കട്ടി, അകമേ കട്ടില്ല, നല്ല സോഫ്റ്റ്. അടുത്തത് ചോറ് മൊത്തം ഇട്ട് പൊട്ടിച്ച്.
ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇലയൊക്കെ എടുത്ത് കഴിഞ്ഞു. സംഭവം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് തീർന്നു. എല്ലാം കഴിച്ചു. ഞങ്ങള് എന്തുവായിരുന്നു പായസം? വെർമസലി. അതായിരുന്നു. ഇനിയിപ്പം നാളെ, അതായത് ഡേ 2 ഞങ്ങൾ പായസം വെക്കും. അത് വേറെ പായസം. ഡേ 3 വേറെ പായസം. അപ്പൊ 3 ദിവസം. അപ്പൊ ഇന്ന് ഫുള്ളി വെജ്. ഇന്നലെ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റില്ല. ഇന്നലെ നല്ല തിരക്കും ഇതൊക്കെ ആയിരുന്നു. എനിക്ക് ഒന്നും രാത്രി ഞാൻ ഇലയിട്ട് കഴിക്കും. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ദിവസം നമ്മുടെ കുഞ്ഞു സദ്യ കഴിഞ്ഞു. കുഞ്ഞു സദ്യയല്ല, വലിയ സദ്യ കഴിഞ്ഞു. തിരുവോണമാണ് വലിയ. വലിയ സദ്യയാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ 10, 23, 24 ഐറ്റം അങ്ങനെയൊന്നും വെച്ചില്ലെങ്കിലും നമ്മൾ സ്ഥിരം വെക്കുന്ന സാധനങ്ങൾ എല്ലാം വെച്ചു. പിന്നെ ഞാൻ സദ്യ കഴിച്ച് മിച്ചമുള്ള എനിക്ക് ഒരു പഴമാണ്. എനിക്ക് എത്ര പിടുത്തമുള്ള സാധനമില്ല. അപ്പൊ എണീക്കാൻ കൈ എഴുതാം. എന്താ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പായസം കുടിച്ച് വയറ് പറഞ്ഞു. അതുകൊണ്ട് എണീക്കാൻ പറ്റാതിരിക്കുക. ഞാൻ എണീക്കട്ടെ. എങ്കിൽ പിന്നെ എണീക്കട്ടെ. അപ്പൊ ഇനി വൈകുന്നേരം കവലയിട്ട് അത്തപ്പൂ എല്ലാം ഉണങ്ങിയിരിക്കുന്നൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി. ഓണത്തപ്പഴൊക്കെ ഉണ്ട്. ഇവരിതെല്ലാം കൂടെ ചുമന്ന് എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. വെളിയിലിറങ്ങി ഇവിടെ വന്നിരുന്ന് എന്ത് വെച്ചു ചെയ്യുന്നത്? ഫോട്ടോ സെക്ഷൻ. ഫോട്ടോ എടുക്കുക പരിപാടി ഉണ്ട്. നേരം കൊണ്ട് ഞാൻ വിളിക്കുമോ ഒരു ഫോട്ടോ എടുക്കാൻ വരാൻ വേണ്ടിയിട്ട്? എന്താ വരാത്ത? എപ്പോൾ വരാം? എപ്പം വിട്ട് അല്ലേ? നേരമായി. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, നമ്മൾ ഈ അടിപൊളി ഓണത്തപ്പനെ എവിടുന്ന് ഒപ്പിച്ചെടുത്തു എന്നുള്ളൊരു സംശയം കാണും അല്ലേ? ഇത് വേറെ എവിടുന്നുമല്ല, നമുക്ക് കിട്ടിയത് ഓണത്തപ്പനെ കിട്ടിയ കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമുക്ക് ഫോട്ടോ എടുത്തതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഓണത്തപ്പനെ കിട്ടിയ എവിടുന്നായിരുന്നു? നമ്മുടെ കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റിൽ. അതെ, കല്യാണ്ട ഹൈപ്പർ മാർക്കറ്റിൽ. കൊല്ലം. കുക്കർ വാങ്ങാൻ പോയതാ ഓണത്തിന് മുന്നേ. കുക്കർ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ഓണത്തപ്പനെ കണ്ട. അങ്ങനെ ഞങ്ങൾ എന്തായാലും വാങ്ങി. കുറേ വർഷം കൊണ്ട് തിരക്കി കിടക്കുന്നത്, എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഈ തവണ കിട്ടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫോളോവറിനെ കണ്ടല്ലേ, അങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി ഇത് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധനത്തിൽ. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ വെക്കേണ്ട രീതിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. 3 എന്ത് അളവിലുള്ളതാണ് കിട്ടിയത്. അത് അങ്ങനെ തന്നെ ആണോന്നും അറിയില്ല. പക്ഷെ നമുക്കങ്ങ് മേടിച്ചു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മേടിക്കാം. വലിയ വിലയൊന്നുമില്ല. ഒരെണ്ണത്തിന് ഏറ്റവും വലുതിന് 85 രൂപയുള്ളൂ. ബാക്കി 40, 50 ആ റേഞ്ചിലാണ്. 65. ഇത് മണ്ണും അല്ലല്ല ചാണകവുമായിട്ട് മിക്സ് ചെയ്തങ്ങാണ്ടാ ചെയ്തിരിക്കുന്ന സംഭവം. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല. ഇങ്ങനെയാണോ വെക്കുന്നതെന്നും അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെ ഇട്ട് തരാം. സംഭവം പറ്റിയില്ല. ഇപ്പോൾ ലൈറ്റെല്ലാം നല്ല മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഹൽവ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അതുണ്ടെങ്കിൽ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഓണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ്. അതായത് നമ്മുടെ അവിട്ടമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് അവിട്ട സദ്യക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിളമ്പുന്നത് ഞാനല്ല വിളമ്പുന്നത്. ആരാ വിളമ്പുന്നത്? ഇന്ന് അച്ചുവാണ് വിളമ്പുന്നത്. അപ്പോൾ അച്ചു വിളമ്പും, ഞാൻ വീഡിയോ എടുക്കും. അതെ, വിളമ്പുന്ന ആൾ വേണം എല്ലാം ചെയ്യാനായിട്ട്. ഇന്നലെ ആരാ ചെയ്തത്? അതെന്താ അറിയോ, ഞാനേ ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതാ നമ്മുടെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെയല്ല യെസ്, അവിടെ. അങ്ങനെ അമ്മ അതിൻ്റെ ഇടയിൽ വന്നല്ലേ. ചിലപ്പോൾ ഇന്നത്തെ വിളമ്പുകാരി അച്ചു ആയതുകൊണ്ട് പെട്ടെന്ന് ചിപ്സാ വെക്കുന്നത്. ഇന്നലെ ഞാൻ തെറ്റിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് കറക്റ്റ് ഓർഡറിൽ വെക്കുക കേട്ടോ. മനഃപൂർവ്വം തെറ്റിച്ചതൊന്നും അല്ല, മറന്നുപോയി. ഇന്ന് ഇല വെട്ടിയത് ഞാനാ. അതുകൊണ്ട് ഇന്നത്തെ ഇല മൊത്തം വലിയ ഇലയായി. ഇന്നലെ എല്ലാം കുഞ്ഞിലയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഇല വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇല നോക്കി വെട്ടി വിശാലമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത എന്തോ ഐറ്റം?
ശർക്കര വരട്ടി. ഓ ഇന്ന് രണ്ടും കൽപ്പിച്ചല്ലേ? രണ്ടും കൽപ്പിച്ചല്ല. ഡിപ്രഷൻ ശർക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ താങ്ക് യു. നല്ല ശർക്കര വരട്ടിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണെന്നറിയോ കൂടുതൽ ഇതായിട്ടുള്ളത്? എന്താണെന്നറിയോ? ചുക്കിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രഞ്ചി മാത്രമല്ല കടിക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാതെ. ഇനി അച്ചാറിടാം. അച്ചാർ ഏതച്ചാറാ? മാങ്ങാച്ചാർ. വലിയ ഇല പക്ഷെ കുഴപ്പമില്ല, ഇത്രയും വേണം ഇല. വേറെ കുഞ്ഞായിപ്പോയി കഴിഞ്ഞാൽ ഇന്നലത്തെ കണക്ക് പാടാം. എന്ത് വെച്ചു? ഇലിമ്പി. ഞാൻ വീണ്ടും ഒരു ശർക്കര കട്ടി കട്ട് തിന്നത് ഞാൻ കണ്ടു. ഇലിമ്പി. അടുത്തത് ഇഞ്ചി കറി. അയിലിട്ടില്ലേലും കുഴപ്പമില്ല, അതെൻ്റെ ഇലയാണ്. അടുത്ത എന്താ ഐറ്റം? അവിടെ ഒളിച്ചു വയ്ക്കുന്ന വേറെ ആരുമല്ല, എൻ്റെ മാതാശ്രീ. അതെ, ക്യാമറയുടെ മുമ്പിലോട്ട് വരില്ല. അടുത്ത എന്താ ഐറ്റം? തോരൻ വെച്ചിട്ടല്ലേ അവിയലിരിക്കുന്നു. കണ്ട തെറ്റാതിരിക്കാൻ ചോദിച്ചു. ഇന്നലെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് സമയമില്ല പെട്ടെന്ന് ആവട്ടെ. അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ലാസ്റ്റേ പറഞ്ഞെടുത്തോളൂ. പപ്പടം വെച്ചില്ല. പപ്പടം വെക്കാത്തതിൻ്റെ അല്ല, പച്ചടി കിച്ചടി വെച്ചില്ല, അത് മറന്നുപോയി. അത് വെച്ചിട്ടായിരുന്നു തോരൻ വെക്കുന്നത്. അതങ്ങ് മറന്നുപോയി. അത് മാത്രമല്ല വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറഞ്ഞത് അങ്ങനെ വെക്കണമെന്നില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചിപ്സൊക്കെ സാധാരണ ഇവിടെ ചിപ്സും ശർക്കര വരട്ടി ഇവിടെ വെക്കും, അങ്ങനെയാണ് വെക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഇത് പച്ചടിയാണോ കിച്ചടിയാണോ? അങ്ങനെ പറയാം, കിച്ചടിയെന്നും പറയാം. അല്ല, പച്ചടി വേറെ കിച്ചടി വേറെ. അമ്മ മജന്തയാണോ പച്ചടി, വെള്ളയാണോ പച്ചടി? എനിക്കറിയത്തില്ല, എനിക്കത് രണ്ടും മാറിപ്പോവും. അച്ഛനറിയാവോ അച്ഛാ പച്ചടി ഏതാ? വെള്ള പച്ചടി. എനിക്കറിയായിരുന്നു വെള്ള പച്ചടി. ഇത് കിച്ചടി. പച്ചടി കിച്ചടി തോരൻ അവിയൽ. പച്ചടി കിച്ചടി തോരൻ അവിയൽ മാറിപ്പോയി. ഇത് അങ്ങനെയല്ലേ വിളമ്പും? അങ്ങനെ വിളമ്പുന്ന മാറിപ്പോയി. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, കഴിക്കുമ്പോൾ എന്തായാലും കഴിക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ഐറ്റം എന്തോ? പച്ചടി. പുതുക്കി വിളമ്പണം. ഇനി സ്ഥലമില്ല, താഴോട്ടിറക്കരുത്, മുകളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു അവിടുത്തെ സദ്യക്കുള്ള പ്രത്യേകത എന്തൊക്കെയാ? ചിക്കൻ ഇല്ലാതൊരു കളിയില്ല. അവിയൽ വിളമ്പാൻ മതി. അവിടെ പോയി താഴോട്ടിറക്കല്ലേ. കാര്യം എന്താ അറിയോ, അവിടെ വേറെ 1-2 ഐറ്റം വരാനുള്ളതാണ്. അങ്ങനൊരു ഇതുണ്ട്. എന്നിട്ടുള്ളതിൽ ചെറിയ ഇല എനിക്കാണല്ലോ. ഇപ്പുറം സ്ഥലമില്ല, കുറച്ച് സ്ഥലം കറക്റ്റ്. അവിട്ടത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം അച്ചു ഇറക്കാൻ പോവുകയാണ് അല്ലേ? എന്താ അച്ചു? ചിക്കൻ കറി. ഒരു ഇലയിൽ ചിക്കൻ വേണ്ട. ചിക്കൻ കറി. വിളമ്പിക്കൂ. ഇന്നത്തെ സ്പെഷ്യൽ ആണല്ലേ? അതെ, ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി. ഓക്കെ സെറ്റ്. ഇന്നത്തെ അടുത്ത സ്പെഷ്യൽ എന്തോ? ചിക്കൻ ഫ്രൈ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അത് പോയ ഒരു ഐറ്റം കൂടെ വെച്ചിരിക്കുകയാണ്. എന്താണ് ഐറ്റം? പഴം വെച്ച്. എല്ലാവരും പഴം കഴിക്കത്തില്ല, കഴിക്കാത്തവർക്ക് വെച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഐറ്റം എന്തോ? അടുത്ത ചോറ്. പപ്പടം വെച്ചില്ല. ചോറിടണം. പപ്പടം വെച്ചിട്ട് നമുക്ക് ചോറിടാം. ഓക്കെ.
ചോറ് ഞാൻ വിളമ്പാം. ഓക്കെ. പപ്പടം അല്ല, പപ്പടം വെച്ച് കഴിഞ്ഞ് അങ്ങനെ അടുത്ത ആള് ചോറിടാനായിട്ട് വന്നിരിക്കുകയാണ്. ചോറ് ആദ്യത്തെ ട്രിപ്പ് കുറച്ചേ ഇടുന്നുള്ളൂ. കാര്യം ഓരോരുത്തരുടെ കഴിക്കുന്ന ഇതനുസരിച്ച് നമുക്ക് ചോറ് ഇട്ടിട്ട് പോകാമല്ലോ. പരിപ്പ് വന്നു. പരിപ്പെടുത്ത് കളയും. എല്ലാവർക്കും പരിപ്പുണ്ട്. ഓണം കഴിഞ്ഞാൽ പാടാൻ പറ്റാവുന്ന പാട്ടാ. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു. ഇനി പായസം കൂടെ വന്നാൽ ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട്. പക്ഷെ ഇതൊന്നും ഓടത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഉണ്ട്, ഇതുണ്ട്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് വരാം. വീഡിയോ എടുക്കാൻ പറ്റൂല. നമ്മുടെ പപ്പടം പരിപ്പ് കാണിച്ചു തരാം. പിന്നെ കഴിച്ചിട്ട് കാണാവേ. അടിപൊളിയായിരുന്നു. വയറ് നിറഞ്ഞല്ലേ? എനിക്കും വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പായസം എന്തുവരുന്നു? അടപ്രഥമനായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി. അപ്പോൾ ഇനി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വരാം അല്ലേ? അതെ. ഓക്കെ, ബൈ. ബൈ.